മേഘ, നമ്മുടെ വീണ തൈക്കണ്ടിയുടെ പേരിലുള്ള കണ്ണൂരിലെ സ്ഥലം അന്വേഷിക്കാൻ അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇഡിയുടെ ഒരു സംഘം കണ്ണൂർ പിണറായിലും പരിസര പ്രദേശങ്ങളിലും എത്തിയിരുന്നു. 2 വില്ലേജ് ഓഫീസുകളുടെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച ശേഷം ഇഡി മടങ്ങി. തികച്ചും എന്താ പറയുക, ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു പരിശോധന ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പിന്നിൽ പുറത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ മാസപ്പടിയായിട്ട് ലഭിച്ചത് കള്ളപ്പണമാണെന്നും ആ ഒരു കള്ളപ്പണം ഉപയോഗിച്ചാണ് ഈ ഭൂമികൾ വാങ്ങിച്ചതെന്നും ഈ ഭൂമികളടക്കം എല്ലാ സ്വത്തുക്കളും ഇഡി കണ്ടെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പോൾ ഇനി അടുത്ത ഒരു നടപടിക്കായിട്ട് വരും ദിവസങ്ങളിലേക്ക് ഈ ഒരു അറസ്റ്റിലേക്ക് വരാൻ ഒരു സാധ്യത ഉണ്ടായില്ലേ? ഇപ്പോൾ നമ്മൾ കുറെ നാളുകളായി വീണ തൈക്കണ്ടി ഉടൻ അറസ്റ്റിലാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള കേസായതുകൊണ്ട് അതീവ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തെങ്കിലും ചെറിയ റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് വീണ തൈക്കണ്ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലാണ് ഇഡി സംഘം എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇഡി സംഘത്തെ മർദ്ദിച്ചു, ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. ഇഡി സംഘത്തെ വന്ന് അന്വേഷിച്ചിട്ട് എന്തായി, പരിശോധിച്ചിട്ട് എന്തായി, ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് തന്നെയാണ് ഈ വാർത്ത വന്ന് വീഴുന്നത്. സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ളൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ മുന്നോട്ട് എന്ത്? ഇപ്പോൾ ചിലപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം സ്വത്തുകൾ കണ്ടുകെട്ടുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ഊഹം ശരിയാണെങ്കിൽ CMRL കമ്പനിയിൽ നിന്ന് 2,78,00,000 വാങ്ങിയത് എന്തിനുപയോഗിച്ചു, ആ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പറഞ്ഞ സ്വത്ത് കണ്ടുകെട്ടൽ. ഇപ്പോ നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ എക്സാലോജി കേസ്, ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യം അറിയാം. കഴിഞ്ഞ കുറെ നാളുകൾ എന്തുകൊണ്ട് ഈ കേസിന്റെ മെല്ലെപ്പോക്കുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട്. എന്നാലും പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മുൻ പൊതുമരാമത്ത് മന്ത്രിയും വീണ തൈക്കണ്ടിയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീളുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്ര നാൾ നീളുമെന്നുള്ള സംശയമാണ് പൊതുജനത്തിനുള്ളത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ അതീവ രഹസ്യാത്മകത സൂക്ഷിക്കാൻ അന്വേഷണ സംഘത്തിന് ഇത്ര ധൃതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് അന്വേഷിച്ച് പൂർത്തിയാക്കാൻ ആ ഒരു ധൃതി കാണിക്കുന്നില്ല, ആ ഒരു ഉത്സാഹം കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരില്ലേ? തീർച്ചയായും. അത് മാത്രമല്ല, ഇപ്പൊ ഈ ലഭിച്ച ഒരു തുക ഈ ഭൂമി വാങ്ങുന്നതിലും മാത്രമല്ല, തൻ്റെ ആഡംബര ജീവിതങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ആഡംബര ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളാവട്ടെ, ചെരുപ്പുകളാവട്ടെ, അല്ലെങ്കിൽ ലക്ഷറി കാറുകളാവട്ടെ, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ആവട്ടെ, ഇതിനെല്ലാം ഈ ഒരു തുക തന്നെയാണ് ചിലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു കള്ളപ്പണത്തിന്, ഒരു മറ്റൊരു പരോക്ഷമായ ഒരു ഡീലിന്റെ ഒരു മാസപ്പടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേതനം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഇഷ്ടദാനം എന്നുള്ള ഒരു നിലയ്ക്കുള്ള ഒരു എമൗണ്ടാണ് ഈ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ഈ വീണ തൈക്കണ്ടി ചിലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ ഉപയോഗിച്ച ഈ ഒരു ഭൂമി, ഈ വാങ്ങിച്ച ഭൂമി മുതൽ സാധാരണ ഇപ്പോൾ ആ ഒരു തുകയ്ക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വാച്ച് വരെ ഈട് കണ്ടുകിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അതെ, ഇപ്പൊ അന്വേഷണം ശരിക്കും മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ഭാവി പോലും കുപ്പത്തൊട്ടിയിൽ വീഴാവുന്ന വലിയൊരു ആരോപണം ഉണ്ടായിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ അന്വേഷണത്തെ നേരിട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് പോയി ഇരുന്നു കൊടുത്തിട്ടുണ്ട്. അന്ന് പാർട്ടിക്കാരോട് നിങ്ങൾ പോയി തല്ല് അല്ലെങ്കിൽ കൊല്ല് അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്ക്, എന്നെ രക്ഷിക്കുന്ന പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ കാർ തല്ലി പൊളിക്കുക, ജനജീവിതം സ്തംഭിപ്പിക്കുക, ഇതൊന്നും അതുപോലെ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വന്നിരുന്നില്ല. ഇല്ല, അദ്ദേഹം ആരെയും ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ല, വെല്ലുവിളിക്കാൻ പോയിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കൃത്യമായിട്ട് അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടു. പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെ അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല.
സൗമ്യനായി ഒരു അന്വേഷണത്തെ നേരിട്ടൊരു മുഖ്യമന്ത്രി ഇരുന്ന കസേരയിലാണ് നമ്മുടെ പിണറായി വിജയൻ പിന്നീട് 10 വർഷത്തോളം ഇരുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഇപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ആ കസേരയിൽ ഇരുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു. മകൻ ചാണ്ടി ഉമ്മന്റെ പേരിൽ അല്ലെങ്കിൽ മറിയ ഉമ്മന്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും നിങ്ങൾ അന്വേഷിക്കുക, തെറ്റ് കണ്ടെത്തിയാൽ ശിക്ഷിക്കുകയും ചെയ്യ് എന്ന് അദ്ദേഹം ഉറപ്പായിട്ടും പറഞ്ഞേനെ. പക്ഷെ അത്തരത്തിൽ പറയാൻ ഒരു ആർജവം എന്തുകൊണ്ട് പിണറായി വിജയൻ കാണിച്ചില്ല എന്നുള്ളൊരു ചോദ്യമല്ലേ ഉണ്ടാവുക. ഇപ്പോൾ ED സംഘം വീട്ടിൽ റെയ്ഡിന് വന്നതിന് ശേഷം, ഈ റെയ്ഡ് എല്ലാം പൂർത്തിയായി പോയ ശേഷം അദ്ദേഹം ആദ്യം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണുമല്ലോ എന്നാണ്. അല്ലാതെ അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹം കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സംശയം തോന്നുന്നത് ഈ കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, എന്തെങ്കിലും പ്രിവിലേജുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അതിന്റെ കൂലിയായിട്ടാണോ, അതിന്റെ പകരമായിട്ടാണോ ഈ പറഞ്ഞ കരിമണൽ കമ്പനി നമ്മുടെ വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് പണം കൊടുത്തത് എന്നുള്ള ചോദ്യവും അവിടെ പ്രബലമാവുകയാണ്. അപ്പോൾ അന്വേഷണത്തിന് നിന്നു കൊടുക്കാനുള്ള ആ മടി തന്നെയാണ് ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള സംശയങ്ങൾക്ക് കാരണമാകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഈ നിയമസഭയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ച മാത്യു കുഴൽനാടനെതിരെ വളരെ രൂക്ഷമായിട്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നത്. അത് മാത്രമല്ല, ഷോൺ ജോർജിനെതിരെയും അല്ലെങ്കിൽ PC ജോർജിനെതിരെയും ഇതിന്റെ ഒരു തൽഫലമായിട്ടുള്ള ഒരു കേസ് എടുക്കാനും അല്ലെങ്കിൽ ആ ഒരു പ്രതികാര നടപടി എടുക്കാനും ഈ ഒരു പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ PC ജോർജിനെതിരെ എടുത്ത പരാതിയിൽ ഒരു കഴമ്പുണ്ടായിരുന്നെങ്കിലും ഉടനടി അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷന് മുന്നിട്ടിറങ്ങാൻ പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ഒരു എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ആരോപണം ഉയർത്തിയതിന് പിന്നിൽ ഒരാൾ ഈ ഷോൺ ജോർജ് ആയതുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ മാത്യു കുഴൽനാടനെ പോലെയും ഷോൺ ജോർജിനെ പോലെയും പല രാഷ്ട്രീയ നേതാക്കളുടെയും അധ്വാന ഫലമായിട്ടാണ് കേരളം അറിഞ്ഞത് ഇത്തരത്തിലൊരു അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ കേന്ദ്ര നേതാക്കളെയും കേന്ദ്രമന്ത്രിമാരെയും രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയ പരാമർശങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് തലയാട്ടി കൊടുത്തതും ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ പോയി BJP സർക്കാരിനോട് മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയവും ബലപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംശയങ്ങളെല്ലാം ഏറെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയക്കാരന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ബേസിക് ഉത്തരവാദിത്വത്തിൽ പെടുന്ന ഒരു കാര്യമാണ് തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ എനിക്കതിൽ പങ്കില്ല, ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയോട് ആൾക്കാർക്കുള്ള സ്നേഹം ഇരട്ടിക്കാനുള്ള കാരണം തന്നെ ഈ സോളാർ കേസിൽ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം അത്രയും നീതിമാനായിരുന്നു, അദ്ദേഹം കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് വരാൻ കാരണം തന്നെ ഈ അന്വേഷണം പൂർത്തിയാകുന്നതാണ്. അപ്പോൾ പിണറായി വിജയൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ നിരപരാധിയാണ് തന്റെ മകൾ എന്ന് തെളിഞ്ഞാൽ താങ്കൾക്ക് കിട്ടാൻ പോകുന്ന ഇമേജ് വർദ്ധിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഭയം ഉണ്ടാകണം. ഈ തെറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പുണ്ടെങ്കിലും ഈ ഭയം ഉണ്ടാകും, അല്ലെങ്കിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, അദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യം തന്നെ ഇതാണല്ലോ, മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട. ഇതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയേറെ വെപ്രാളവും അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചുള്ള സംസാരവും എല്ലാം എന്തിനാണ്? ഉള്ളിൽ കള്ളമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ ED ഉദ്യോഗസ്ഥരും ആക്രമിച്ചതിനെല്ലാം ഒരു മൗനസമ്മതം നൽകിയത് എന്ന് ചോദിക്കേണ്ടി വരും.